വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡുമായി ഇന്ത്യക്ക് വീണ്ടും പരാജയം. ചരിത്രത്തിലാദ്യമായി ലോക ചാമ്പ്യന്മാരെ ഒരു വൈറ്റ് വാഷ് ചെയ്തു വിടുന്നു ഐറിഷ് ടീം. ഇന്നത്തെ മത്സരത്തിൽ ഒരു റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. കഴിഞ്ഞ മത്സരത്തിലെന്ന പോലെ ഇന്നും ടോസ് ലഭിച്ച ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് അയർലൻഡ് 154 റൺസ് എടുക്കുന്നു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ഒരു റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. രണ്ട് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇന്ന് അയർലൻഡിനെ നേരിടാൻ ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിൽ 57 റൺസ് വിട്ടുകൊടുത്ത പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം പ്രിൻസ് യാദവിനെ കൊണ്ടുവരുന്നു. വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂര്യൻ ഷഡ്ഗയെ കൊണ്ടുവരുന്നു. ഈ രണ്ട് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങിയത്. അതിൽ പ്രിൻസ് യാദവിനെ കൊണ്ടുവന്നതിലൂടെ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 4 ഓവറിൽ വെറും 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് പ്രിൻസ് യാദവ് തന്റെ ആദ്യ മത്സരത്തിൽ ഇന്ന് നേടിയെടുത്തത്. എന്നാൽ സൂര്യൻ ഷഡ്ഗയെ കൊണ്ടുവന്നതിലൂടെ യാതൊരു പ്രയോജനവും ഇന്ത്യക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, നിർണായക ഘട്ടത്തിൽ 5 ബോളിൽ 1 റൺസ് മാത്രമാണ് നേടാൻ സൂര്യൻഷിന് കഴിഞ്ഞത്. 155 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസണ് നഷ്ടമാകുന്നു. ഗാലറികളിൽ ഒരു പ്ലക്കാർഡ് ഉയർന്നു കണ്ടിരുന്നു: നിങ്ങൾക്ക് ബുംറയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോൺട്രയുണ്ട്. ആരാധകരുടെ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ബൗളിംഗ് പ്രകടനം തന്നെയാണ് ജയ് മോൺട്ര കാഴ്ചവെച്ചത്. ആദ്യ ഓവറിന്റെ ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസന്റെ വിക്കറ്റ് നേടിയെടുക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ക്ലീൻ ബൗണ്ടിലൂടെയാണ് മോൺട്ര സഞ്ജുവിനെ പുറത്താക്കിയതെങ്കിൽ ഇത്തവണ LBWയിൽ കുരുക്കിയായിരുന്നു. അമ്പയറുടെ കോളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഒരു റിവ്യൂ എടുത്തു നോക്കിയെങ്കിലും സഞ്ജുവിന് ആ ഔട്ടിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇഷാൻ കിഷൻ ക്രീസിലെത്തുന്നു. ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് അഭിഷേകിലേക്ക് എത്തുന്നു. അഭിഷേക് ശർമ്മ നേരിട്ട് ആദ്യ പന്ത് ഉയർത്തിയടിക്കുന്നു. അതും വിക്കറ്റായി മാറുന്നു. 2 ഓപ്പണർമാരും ആദ്യ ബോളുകളിൽ തന്നെ പുറത്തായിക്കൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലേക്ക് ആദ്യ ഓവറിൽ തന്നെ തള്ളിവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ജയ് മോൺട്ര തന്റെ ആരാധകരുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ച ബൗളിംഗ് പ്രകടനം. തന്റെ 2ാം ഓവറിലും ജയ് മോൺട്ര ഇന്ത്യയുടെ വിക്കറ്റ് നേടിയെടുത്തു. ആ വിക്കറ്റ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടേതായിരുന്നു. ഒരു ബൗണ്ടറി നേടിയതിനു ശേഷം തൊട്ടടുത്ത പന്തിലും ബൗണ്ടറി നേടാനുള്ള ശ്രമത്തിൽ ബാറ്റിൽ എഡ്ജെടുത്തുകൊണ്ട് ബൗൾഡായാണ് ക്യാപ്റ്റൻ എന്ന് മടങ്ങിയത്. ശ്രേയസ് അയ്യരുടെ സമയ മോശം തന്നെയാണ്. വളരെ നാളുകൾക്ക് ശേഷം ടീമിൽ ഇടം പിടിക്കുന്നു, അതും ക്യാപ്റ്റനായിക്കൊണ്ടുള്ള തിരിച്ചുവരവിൽ അയർലൻഡിനെ പോലത്തെ ഒരു ടീമിനോട് അതിദയനീയമായി കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് ലോകത്തിന് മുന്നിൽ നാണം കെട്ടുന്നു. സഞ്ജു സാംസൺ ഇത്തവണയും നിരാശപ്പെടുത്തി. സൂര്യവംശിയെ 11-ൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ഏറെയും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് പ്രയോജനമുണ്ടായില്ല. ഇന്നും സൂര്യവംശിക്ക് അവസരം ലഭിച്ചില്ല. 4 ഓവറിൽ 31 റൺസിന് 3 വിക്കറ്റുകൾ നേടിയ ജയ് മോൺട്ര തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിലക് വർമ്മയും ഇഷാൻ കിഷനും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇഷാൻ കിഷൻ റൺഔട്ട് ആവുന്നത്. ഒരു ഡയറക്ട് ത്രോയിലൂടെയാണ് ആ വിക്കറ്റ് അയർലൻഡ് നേടിയെടുത്തത്. പിന്നീട് അക്സർ പട്ടേലുമൊത്ത് തിലക് വർമ്മ ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി. അക്സർ പട്ടേൽ 14 റൺസിന് പുറത്താകുന്നു. പിന്നീട് എത്തിയ ശിവം ദൂബെയൊത്ത് വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തി ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 20 റൺസിൽ ശിവം ദൂബെയും വീഴുന്നു. 46 പന്തിൽ 55 റൺസ് എടുത്ത തിലക് വർമ്മയും പുറത്തായപ്പോൾ ഇന്ത്യ പരാജയം ഉറപ്പിച്ചതാണ്. പക്ഷേ അവിടെ നിന്നാണ് ഹർഷിത് റാണ തൻ്റെ പോരാട്ട വീര്യത്തിലൂടെ വിജയപ്രതീക്ഷയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത്. അവസാന ഓവറിൽ 20 റൺസ് വേണമായിരുന്നു. എക്സ്ട്രാസുകളടക്കം ആദ്യ 2 ബോളിൽ തന്നെ 9 റൺസ് നേടിയെടുത്തു. 3-ാം ബോളിൽ ഒരു സിംഗിൾ, വീണ്ടും ഒരു എക്സ്ട്രാ ലഭിക്കുന്നു. 4-ാം ബോളിൽ ഒരു സിംഗിൾ. 2 ബോളിൽ 8 റൺസ് വേണ്ട സമയത്ത് ഹർഷിത് റാണ ഒരു 6 നേടാനുള്ള ശ്രമം നടത്തുന്നു. ബൗണ്ടറിയിൽ ക്യാച്ചെടുക്കുന്നു. 9ാമത്തെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമാകുന്നു. അവസാന ബാറ്ററായ പ്രിൻസ് യാദവ് ക്രീസിലെത്തുന്നു. 1 ബോളിൽ വേണ്ടത് 8 റൺസ് ആയിരുന്നു. താൻ ആദ്യമായി ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് നേരിട്ട ആദ്യ ബോളിൽ തന്നെ അത് 6-ന് പറത്തുന്നു പ്രിൻസ് യാദവ്. എങ്കിലും ഐറിഷിന്റെ ഉറപ്പിച്ച വിജയം തടയാൻ കഴിഞ്ഞില്ല. 1 റൺസിന്റെ പരാജയവുമായി ഇന്ത്യ തലകുനിച്ച് മടങ്ങുന്നു. അയർലൻഡ് എന്ന കൊച്ചു ടീമിന് മുന്നിൽ ലോക ചാമ്പ്യന്മാർ കളിച്ച 2 മത്സരങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ആദ്യ പരമ്പരയിൽ തന്നെ നാണം കെട്ട് മടങ്ങേണ്ടി വരുന്നു ഇന്ത്യക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IPLന്റെ ആലസ്യത്തിൽ നിന്നും, ഇന്ത്യൻ ഫ്ലാറ്റ് പിച്ചുകളുടെ ആലസ്യത്തിൽ നിന്നും ഇന്ത്യ ഉണരേണ്ടിയിരിക്കുന്നു. തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്ത തീരുമാനം തെറ്റായിരുന്നെന്ന് 2ാം മത്സരത്തിലെങ്കിലും ഇന്ത്യ തിരിച്ചറിയാതെ പോയതും ഒരു പരാജയത്തിന്റെ കാരണം തന്നെയാണ്. മാത്രമല്ല അയർലൻഡിന്റെ കൃത്യമായ ബൗളിങ്ങും കൃത്യമായ ഫീൽഡിങ്ങും അതും വിജയത്തിന് നിദാനമായിട്ടുണ്ട്. അയർലൻഡിൽ നിന്ന് ഒരു പക്ഷേ ഫീൽഡിങ്ങിലെല്ലാം ഇന്ത്യക്ക് കണ്ടുപഠിക്കാനുണ്ട് എന്ന് പറയേണ്ടി വരുന്നു.
പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.